ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു എന്ന പേരിൽ ഒരുവൻ അന്ത്യനാളിൽ എഴുന്നേൽക്കുമെന്നും അവൻ ദേവാലയത്തിൽ ഇരുന്ന് ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുമെന്നും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവൻ പോപ്പായിരിക്കുമെന്ന് പോലും കാര്യകാരണ സഹിതം തെളിയിച്ചുകൊണ്ട് അനേകർ അന്തരീക്ഷത്തോട് ഇന്ന് മുഷ്ടിയുദ്ധം നടത്തുന്നുണ്ട്. എന്നാൽ ഇത് വാസ്തവമായിരിക്കുകയില്ല. കാരണം അങ്ങനെ സർവസമ്മതനായൊരു നേതാവ് ഉണ്ടാകുക സാധ്യമല്ല. മാത്രമല്ല, അനേകർ എന്ന് യേശു പറഞ്ഞിരിക്കുന്നതിനാൽ അത് ഒരാളല്ല. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. 1 യോഹന്നാൻ 2:18. യോഹന്നാനും ഇവിടെ എതിർക്രിസ്തുക്കളെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തെയും കൂടാതെ 2 തെസ്സലോനിക്കർ 2:3 കാണുന്ന നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആയവനെയും സംബന്ധിച്ചാണ് അന്ത്യക്രിസ്തു എന്ന ഒരുവനെ മെനഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും മാനുഷിക കണ്ണുകൾക്ക് അദൃശ്യമായ സാത്താനെ അത്രേ വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മഹതിയാം ബാബിലോൺ ഒഴികെ മറ്റൊന്നും ആശ്ചര്യകമല്ല. അദൃശ്യ ലോകത്തിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളെ ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടതത്രേ വെളിപ്പാട്. അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിഭിന്നാവസ്ഥയിലുള്ള രൂപങ്ങളെയോ ഭാവങ്ങളെയോ മനുഷ്യ കണ്ണാൽ ദർശിക്കപ്പെടുകയില്ല എങ്കിലും എല്ലാറ്റിൻ്റെയും പ്രത്യാഘാതങ്ങൾ ഭൂമിമേലും മനുഷ്യരുമേലും വന്നു ഭവിക്കുകയത്രേ. അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുന്നത് സകലവിധ മ്ലേച്ഛതകൾക്കും മനുഷ്യന് ആന്തരിക പ്രേരണ നൽകിക്കൊണ്ടാണ്. അവൻ അദൃശ്യനത്രേ. ഇപ്പോൾ അവനെ തടുത്തു നിർത്തുന്ന പരിശുദ്ധാത്മാവ് അദൃശ്യമല്ലേ? കൃപായുഗം അവസാനിക്കുകയും ഭൂമിയിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നീങ്ങിപ്പോകുകയും ചെയ്യുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടും. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. 2 തെസ്സലോനിക്കർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യവഹാരത്തിനൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും കൂടെ ആയിരിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. 2 തെസ്സലോനിക്കർ 2:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സാത്താനെയും ദൈവത്തെയും മനുഷ്യന് അവന്റെ കണ്ണുകളാൽ കാണുക സാധ്യമല്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 1 യോഹന്നാൻ 4:12. മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ 1 തെസ്സലോനിക്കർ 6:16 എന്നും ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ ലൂക്കോസ് 24:40 എന്നും വേദപുസ്തകം സാക്ഷീകരിക്കുന്നു. എന്നാൽ ഈ ഇരു ശക്തികളും മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ ആ ശക്തി വെളിപ്പെടുന്നതിനാൽ അത് ലോകർക്ക് അനുഭവമാകും എന്ന് മാത്രം. അപ്പോൾ പിന്നെ ആരാകുന്നു എതിർക്രിസ്തുക്കൾ? യേശുക്രിസ്തുവിന്റെ നാമവും ധരിച്ച് സഭയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നവർ തന്നെ. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർക്രിസ്തു ആകുന്നു. 1 യോഹന്നാൻ 2:23. ആദിമസഭയുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം ഇന്ന് പണത്തിന് വിറ്റ് ദ്രവ്യം സമ്പാദിക്കുന്നവരും ഡോക്ടർമാരും മരുന്നുകളും ദൈവത്താൽ രോഗികൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണെന്ന വാസ്തവം സമ്മതിക്കാതെ പണം വാങ്ങി അത്ഭുത രോഗശാന്തി നൽകുന്നവരും വചനപ്രകാരമല്ലാതെ സഭയിൽ പെരുമാറുന്നവരെല്ലാവരും അന്ത്യക്രിസ്തുക്കൾ തന്നെ. എന്നാൽ ഇങ്ങനെയുള്ളവരുടെ വെളിപ്പെടൽ ഈ ലോകത്തിൻ്റെ അവസാനമല്ല എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും
രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.